കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു ഉത്തർപ്രദേശിലെ മുസഫർ നഗർ കലാപം. അഞ്ചാണ്ടിനിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കലാപത്തിന്റെ ഇരകൾക്ക് നടുക്കമൊഴിഞ്ഞിട്ടില്ല. ആർക്ക് വോട്ട് നൽകുമെന്ന ചോദ്യത്തിന് തികഞ്ഞ രാഷ്ട്രീയ മറുപടിയുണ്ട് കലാപാനന്തര കോളനികളിലെ ഓരോ വോട്ടർക്കും. കലാപം കത്തിയെരിഞ്ഞ മുസഫർ നഗറിൽ അതിന്റെ കനൽക്കെടും മുമ്പായിരുന്നു 2014 തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ടെന്റുകളിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് ഇതുപോലെയുള്ള കോളനികളിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിട്ട് വർഷങ്ങളായി. കലാപം കത്തുമ്പോൾ വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് ബാവ്ഡി ഗ്രാമത്തിൽ നിന്ന് കുടുംബത്തോടെ ഓടി രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് റൈസ. 8 तारीख को 8 बजे झगड़ा हुआ था. पहला तो नसीम जा गया, कुछ नहीं होने का. हमारा गाँव मासा कभी कुछ नहीं हुआ. रोक लिए. रोकने के बाद हमारा मार का टम पिट्टी होगी. 62 പേരുടെ ജീവനെടുത്ത കലാപാനന്തരം 2014 തെരഞ്ഞെടുപ്പിൽ പശ്ചിമ യുപിയിലെ 22-ൽ 20 സീറ്റിലും BJP വിജയിച്ചു. അന്ന് ഭയത്താൽ BJPക്ക് വോട്ട് ചെയ്തവരുണ്ട് ഇവിടെ. ഇത്തവണ അതുണ്ടാകില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. അന്ന് ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട ഭിന്നത ഓർത്തെടുക്കുമ്പോൾ ഹസൻ അലിക്ക് നിരാശ മാത്രമാണ് ബാക്കി. BJP ने तो यहाँ आने के बाद हिंदू और मुसलमान के बीच खाई पैदा कर दी. മുസഫർ നഗറിനടുത്ത ബുഢാന ഗ്രാമത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിർമ്മിച്ചതാണ് ഈ കോളനി. സമീപ പ്രദേശങ്ങളിലായി മുസ്ലിം ലീഗ്, CPM അടക്കമുള്ള പാർട്ടികളും സന്നദ്ധ സംഘടനകളും വ്യക്തികളും പണിത കോളനികളിലും വീടുകളിലുമായാണ് കലാപത്തിന്റെ ഇരകളിൽ ബാക്കിയുള്ളവരുടെ ജീവിതം. PM ഷാഫിക്കൊപ്പം TK റാഷിദ്.